സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് വിടാതെ ഇറാനിൽ തന്നെ നിലനിർത്തണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ നിർദ്ദേശം. ഇറാനിലെ 2 മുതിർന്ന നേതാക്കളാണ് ഇത് സംബന്ധിച്ച വിവരം പങ്കുവച്ചത്. യുറേനിയം നൽകിയാൽ ഭാവിയിൽ US, ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാനെ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. സമാധാന ചർച്ചകളിൽ US മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്നിന്മേലാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ നിലപാട് ട്രംപിനെ പ്രകോപിപ്പിച്ചേക്കാമെന്നും യുദ്ധം അവസാനിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ കൂടുതൽ സങ്കീർണമായേക്കാമെന്നാണ് വിലയിരുത്തൽ. അണുവായുധം നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ പുറത്തേക്ക് അയക്കുമെന്ന് ട്രംപ് തങ്ങൾക്ക് ഉറപ്പു നൽകിയതായി ഇസ്രായേൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ അണുവായുധങ്ങൾക്കായി ശ്രമിക്കുകയാണെന്നത് ഇസ്രായേലിന്റെയും US-ന്റെയും ദീർഘകാലമായുള്ള ആരോപണമാണ്. സാധാരണ ഉപയോഗത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിക്കുന്നുണ്ടെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം ഇറാൻ എല്ലാ കാലത്തും നിഷേധിച്ചിരുന്നു. ഇറാനിൽ നിന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്നതുവരെയും ടെഹ്റാൻ നിഴൽ ഭീകര ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെയും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ ഇല്ലാതാക്കുന്നതുവരെയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം രാജ്യം വിട്ടുപോകരുതെന്നാണ് സുപ്രീം നേതാവിന്റെ നിർദ്ദേശവും സ്ഥാപനത്തിനുള്ളിലെ സമവായവും. വിഷയത്തിന്റെ സംവേദനക്ഷമത കാരണം പേര് വെളിപ്പെടുത്താത്ത 2 ഇറാനിയൻ സ്രോതസ്സുകളിൽ ഒരാൾ പറഞ്ഞു. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ കരുതുന്നത് ഈ വസ്തുക്കൾ വിദേശത്ത് അയക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാവി ആക്രമണങ്ങൾക്ക് രാജ്യത്തെ കൂടുതൽ ഇരയാക്കുമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന കാര്യങ്ങൾ ഖമേനിക്ക് ഔദ്യോഗികമായി അവസാന വാക്കുണ്ട്. എന്നാൽ ഈ വർഷം ആദ്യം US ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് കാര്യമായ പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം കൂടുതൽ അവഗണിക്കപ്പെടുകയും കാഴ്ചയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു.